പ്രാർത്ഥനകൾ കൊണ്ട് ദിക്റുകൾ കൊണ്ട് മുഖരിതമാക്കുന്ന ഈ വേദികളിലൂടെ നടന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഖബർസ്ഥാനിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. പൊതുവെ ഒരു മേഖലയിലേക്ക് നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. ചെറിയ ചാറ്റൽ മഴ ഈ ഒരു മേഖലയിലുണ്ട്. സങ്കടം തളം കെട്ടി നിൽക്കുന്നുണ്ട്. പ്രകൃതിയും അതോടൊപ്പം നൊമ്പരപ്പെടുന്ന ഒരു കാഴ്ച ഇവിടെയുണ്ടെന്ന് പങ്കുവെക്കേണ്ടി വരും. മരണക്കുമാർ ആ രീതിയിൽ അത്രത്തോളം സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ്. മഴ പെയ്യുന്നത് കൊണ്ട് മുകളിൽ ഒരു ഷീറ്റൊക്കെ കെട്ടി തന്നെയായിരുന്നു ഇവിടെ ഖബറുകളൊക്കെ തന്നെ തയ്യാറാക്കിയിരുന്നത്. അതിൻ്റെ പ്രവൃത്തിയൊക്കെ തന്നെ പൂർണ്ണമായിട്ടുണ്ട്. ഇനി ഭൗതിക ദേഹങ്ങൾ, മക്കളുടെ ജീവനറ്റ ശരീരങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിച്ച് അത്യധികം സങ്കടമുണ്ടാക്കുന്ന സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ്. മയ്യത്ത് സംസ്കാരം അതിൻ്റെ അവസാനത്തിലേക്ക് അടുക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഖബറടക്കമുണ്ടാകുക. ഈ ഖബർസ്ഥാനിലേക്ക് എത്തുന്ന ഓരോ ആളുകൾക്കും, കരിമ്പക്കാരാണെങ്കിലും ഇവിടെയുള്ള പ്രദേശവാസികളാണെങ്കിലും അവരെ നൊമ്പരപ്പെടുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഇവിടെ ഉണ്ടാകുക എന്നതാണ്. കാരണം 4 പേരും ഒരുമിച്ച് ജീവനറ്റ് അന്തിയുറങ്ങുന്ന ഒരു കാഴ്ച ഈ തുപ്പനാട് ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിലേക്ക് എത്തുമ്പോൾ കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവിടെയുള്ള നാട്ടുകാർക്കുണ്ടാകുമ്പോൾ, ഇവിടെയുള്ള പ്രദേശവാസികൾക്കുണ്ടാകുമ്പോൾ അത് അത്രത്തോളം ദുഃഖമുള്ളതാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കുമാർ. എന്തായാലും ഇവിടെയുള്ള സജ്ജീകരണങ്ങളും പ്രവൃത്തികളൊക്കെ തന്നെ പൂർണ്ണമായിട്ടുണ്ട്. മഴ ഇപ്പോൾ ചെറിയ രീതിയിൽ മാറി നിൽക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ പ്രവൃത്തി ആരംഭിച്ച ഘട്ടത്തിൽ ചാറ്റൽ മഴയുണ്ടായിരുന്നു. അതിനെ മറികടക്കുന്നതിന് വേണ്ടിയായിരുന്നു ഷീറ്റുകൾ ഉൾപ്പെടെ മുകൾ ഭാഗത്ത് കെട്ടിക്കൊണ്ട് ഇവിടെ ഖബറുകൾ തയ്യാറാക്കിയിരുന്നത്. അതിൻ്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. അതിനുവേണ്ടി സ്ഥാപിക്കേണ്ട കല്ലുകൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഒരുമിച്ച് കളിച്ച് ജീവിച്ച് വളർന്നു വന്ന റിദ ഫാത്തിമയും നിദ ഫാത്തിമയും അടുത്തടുത്തുള്ള അടിഖബറുകളിൽ മാത്രമേ അകലമുള്ളൂ. അവർ ഒരുമിച്ച് അകലങ്ങളില്ലാതെ ജീവിച്ച പൂമ്പാറ്റകൾക്ക് ഒരേ ഖബറിടത്തിൽ ഖബറുകൾ ഒരുങ്ങുകയാണ്. അഷ്കറുണ്ട്. അഷ്കർ, ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണോ? അരുൺ, ഏതാനും മിനിറ്റുകൾക്കകം മയ്യത്ത് നമസ്കാരം ആരംഭിക്കും. ഏതാനും മയ്യത്ത് നമസ്കാരം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ തക്ബീറുകൾ കെട്ടിയിരിക്കുന്നു. 4 തക്ബീറുകളാണ് ഉണ്ടാവുക. الله أكبر. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا وبارك على سيدنا وعلى آل سيدنا العالمين إنك حميد مجيد. الله أكبر. والصبي مدخلهم ووصلهم بالماء نسج بالبرد وينقي قضايا كما ينقى الصوب الأبيض من الدرس يبدلها النهار يبدلها النار خير من داره وخير خير من داره وزوجا خير من أهله أزواجا خير من أزواجه وجيران خير من جيرانه وأحباط خير من الجنة وعيدهم من النار القبر ومن الدين ومن عذاب النار. الله أكبر. اللهم لا تحرمنا أجرهم ولا تنسنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. ഹൈറ്റ് കൂടിയ കുട്ടിനെ ആദ്യം കൊണ്ടുപോയിട്ടോ? ആദ്യം എടുക്കില്ല ഈ കുട്ടിനെ ആദ്യം